നമ്മൾ കഴിഞ്ഞ പരിപാടിയിൽ 22 ഹദീസുകൾ ഹിശാം ഇബ്നു ഉർവ റളിയല്ലാഹു അൻഹുയിലൂടെ വന്ന 22ഓളം ഹദീസുകൾ ഇവിടെ കാണിച്ചിരുന്നു. അതെന്തിനാ കാണിച്ചത്? ഹിശാം ഇബ്നു ഉർവ കദ്ദാബാണ്. ഒരു റാവി കദ്ദാബാന്ന് പറഞ്ഞാൽ പിന്നെ ആ റാവിന്റെ വഴിക്ക് വന്ന ഒറ്റ ഹദീസ് എടുക്കാൻ പറ്റൂല. മനസ്സിലാവുണ്ടോ? അപ്പൊ അത് വെച്ച് നമ്മൾ ചോദിച്ചു, ഈ 22 ഹദീസുകളെ നിങ്ങൾ തള്ളോ എടുക്കോ എന്താ? അപ്പൊ അതിൽപ്പെട്ട ആള് പറഞ്ഞ മറുപടി കേട്ടോളി. ഇവിടെ 22 വായിച്ചില്ലേ? ആ 22 പോലും ഞങ്ങൾ എവിടെയാണ് നിഷേധിച്ചത്? പറയണം. നിങ്ങൾ ഒന്നാമത് പറഞ്ഞത് വഹയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഹദീസ് നിഷേധിച്ചു. എവിടെ നിഷേധിച്ചു? ഏതെങ്കിലും ഗ്രന്ഥത്തിലാണോ, പ്രസിദ്ധീകരണത്തിലാണോ, അതല്ല പ്രഭാഷണത്തിലാണോ? ആരാണ്, എവിടെയാണ്, എപ്പോഴാണ്? അങ്ങനെ നിങ്ങളിവിടെ വായിച്ചു കൽപ്പിച്ചിരിക്കുന്ന ആ ഹദീസുകളുടെ കാര്യത്തിൽ തന്നെ അതൊക്കെ എവിടെയാണ്, എപ്പോഴാണ്, ആരാണ്, എങ്ങനെയാണ് നിഷേധിച്ചത് എന്ന് പറയാതെ ഇത് നിഷേധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗീബൽസിന്റെ പണിയാണത്. ഒരു നുണ 100 വട്ടം പറഞ്ഞാൽ അത് സത്യമായി ആളുകൾ വിശ്വസിക്കുമെന്ന ഗീബൽസിന്റെ ചിന്താഗതി ഉണ്ടല്ലോ, ആ ചിന്താഗതിയാണത്. അതാണ് അത്രേ ഉള്ളൂ. ആരാണ്, എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് എന്നിങ്ങനെ വന്ന് ചോദിച്ചാൽ മൂപ്പരെ കൂടെയുള്ള ആൾക്കാർ വിശ്വസിക്കും. ശരിയാട്ടോ, എവിടെ ഇപ്പോൾ പറഞ്ഞു? ഇതൊക്കെ എത്ര കാണിച്ചു സാഹിബേ. അത് കാണിച്ചാ ഞങ്ങൾ ചോദിച്ചതേ. ഞങ്ങൾ കാടടച്ച് വെടിവെക്കല്ല. ഞങ്ങൾ ഇങ്ങളടുത്ത് വന്ന തെറ്റ് ആദ്യം കാണിക്കും. എന്താ തെറ്റ്? ആയിഷ റളിയല്ലാഹു അൻഹയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്നുള്ള ഹദീസ്. മനസ്സിലാവുണ്ടോ? അത് ഓൽക്ക് വേണ്ട. ശരി, ആ ആയിഷ റളിയല്ലാഹു അൻഹ ഉള്ള റിപ്പോർട്ടാണ് വഹീന്റെ റിപ്പോർട്ട്. നിങ്ങളത് വേണോ വേണ്ട നിങ്ങൾ പറയും. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞ നേരങ്ങൾ എന്താ പറയേണ്ടത്? ആ 22 ഞങ്ങൾ എടുക്കുന്നു എന്നെങ്കിലും പറഞ്ഞൂടെ? ഇതോ ആ 22 എണ്ണം ഞങ്ങൾ തള്ളണില്ല എന്നെങ്കിലും പറഞ്ഞൂടായിരുന്നോ? അതിനു പോലും ധൈര്യമുള്ളവർക്കേ അത്രത്തോളം മനോധൈര്യം ചോർന്നു പോയിരിക്കുന്നു. 3150 വല്ലാതെ അടിക്കുന്നുണ്ട്. അതാണ്, അത് നന്നായി ആഞ്ഞടിച്ചിട്ടുണ്ട്. എന്നിട്ടോ 22 ഹദീസ് ഇവിടെ കേൾപ്പിച്ചു. അപ്പൊ അത് എവിടെ, എങ്ങനെ? അത് നിങ്ങൾ നിഷേധിക്കുന്നു എന്ന് ഞങ്ങൾ ചോദിക്കാനുള്ള കാരണം എന്താ അറിയോ? ഹിശാം ഇബ്നു ഉർവ എന്ന പ്രസിദ്ധനായ താബിയെ പറ്റി കദ്ദാബ് ഞങ്ങൾ പറഞ്ഞത്. കദ്ദാബ്, പെരുന്നുണയൻ, നഊദു ബില്ലാഹ്. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളിലൂടെ വന്നതാണ് 22 ഹദീസുകളും. എന്താ നിങ്ങൾക്ക് ഒരു മടി? എന്താ ഒരു പേടി? നിങ്ങൾക്ക് എന്താ പേടി? പ്രമാണ നിഷേധം, ഹദീസ് നിഷേധം നിങ്ങളെ വിഴുങ്ങിയിട്ടുണ്ട്. അതാണ് പേടി. തല പൊക്കാൻ കുറച്ച് അടങ്ങേറുണ്ട്. ശരി, ആ 22 ബാക്കിയുണ്ട്, ഒന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ എന്താ അറിയോ? 22 എന്ന് വെച്ചിട്ട് കാര്യമല്ല. കാരണം വെച്ചാലും വെച്ചില്ലെങ്കിലും സാഹിബിന്റെ ഉത്തരം എന്താക്കാരോ അതവിടെ. ആര് പറഞ്ഞു, എപ്പോ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു? ശരി, അടുത്തീലോ അതവിടെ. ആര് പറഞ്ഞു, എപ്പോ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു? ഇതേ അവസ്ഥയിൽ ഒരു ചോദ്യം അടുത്തനാട്ട ജാബിർ റഹ്മാൻ ചോദിച്ചു. ഞങ്ങൾ മുഷാവറ കൂടി സുനഹറോസ് കൂടി തീരുമാനിക്കണോ, നിങ്ങൾ തെളിയിക്കണം. ഈ ഉള്ളവൻ 4-5 ഷബാബ് നിരത്തി വായിച്ചു കൊടുത്തു. ഷബാബ് എവിടുന്ന് ഇറങ്ങണത്? മർക്കസ് ദൈവന്നല്ലേ, ഉത്തരവാദിപ്പെട്ട സാധനല്ലേ, മുഖപത്രല്ലേ. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ആ കുട്ടി ഒരു അക്ഷരം ഉണ്ടിനെ പറ്റി. ഇനി എന്താ വേണ്ടു? ശരി, ഇനി 22 ഇല്ല. അതാ ഷബാബ് തന്നെയാണ് ഇത്. ഇവിടെ ഗണന നടക്കുമ്പോൾ വിവാദമായ ഷബാബ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇപ്പോ പ്രസിഡന്റായി വേണ്ടാത്ത ആളുണ്ടല്ലോ, ഇ കെ അഹമ്മദ് കുട്ടി സാഹിബ്. അദ്ദേഹം 10ഓളം ഹദീസുകൾ, 10 വിഷയത്തിലെ ഹദീസുകളെ പരിഹസിച്ച ഷബാബാണ്. 10 വിഷയട്ടോ. ആ 10 വിഷയങ്ങളിൽ എത്ര ഹദീസുകൾ ഉണ്ടാവും? അത് എണ്ണങ്ങൾ എടുത്തോളൂ. ഇനി എണ്ണ ഞങ്ങൾ തരുന്നില്ല, കാരണം എണ്ണ തന്നാലും ഉത്തരം കിട്ടുന്നത് തന്നെയാണ്. അപ്പോ ആദ്യം സാഹിബ് എന്ത് ചെയ്യണം? ഇതിൽ 10ഓളം ഹദീസുകൾ പരിഹസിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ വന്ന മുഴുവൻ ഹദീസുകളെ എണ്ണെടുക്കുക. ഒരു പണി ഉണ്ടായിക്കോട്ടെ. ഇവിടെ വന്നു കണ്ട് എവിടെയാണ്, എങ്ങനെയാണ്, അത് പണി പോരല്ലോ, മറുപടിക്കല്ലേ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു പണി തരികയാണ്. ഇതിൽ വന്ന 10 വിഷയങ്ങളിലെ മൊത്ത ഹദീസുകൾ കണ്ടെത്തും. ഒന്ന് പഠിക്കും, മെനക്കെട്ട് കിതാബൊക്കെ നോക്കി ചോദിച്ച് പഠിക്കും. എന്നിട്ട് ആ 10 ഹദീസുകളിൽ എത്രണ്ണ എടുക്കും, എത്രണ്ണ എടുക്കൂല, അത് നിങ്ങൾ പറഞ്ഞിരിക്കും. ശരി, അടുത്ത ഷബാബ് ഇതാ. ഇത് ഉമർ സുല്ലമി എഴുതിയ ലേഖനം. ഈ ലേഖനത്തിന്റെ 16ാമത്തെ പേജിൽ ഇതാ, ഷെയ്ത്വാനെ കുറിച്ച് പല ഹദീസുകളും വന്നിട്ടുണ്ട്. എല്ലായിടത്തും ഷെയ്ത്വാൻ എന്നാൽ ഒരേ അർത്ഥത്തിലല്ല.
ബുദ്ധി ഉപയോഗിക്കുന്നതിലൂടെയാണ് അത് മനസ്സിലാക്കാൻ ഒക്കുക. നേരം വൈകുന്നേരമായാൽ കുട്ടികളെ പുറത്ത് ഇറക്കരുത്, സ്ത്രീകൾ പുറത്തിറങ്ങരുത്, ശൈത്വാൻ ഉണ്ടാകും എന്ന് ചില ഹദീസുകളിൽ കാണാം. ഈ ശൈത്വാൻ ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ഭൂതമുണ്ടാകും എന്ന അർത്ഥത്തിലാവില്ലല്ലോ. വാതിലടച്ചാൽ ഉള്ളിൽ കയറാൻ കഴിയാത്ത ശൈത്വാൻ, ഇങ്ങനെ പറഞ്ഞിട്ട് ശൈത്വാനുമായി ബന്ധപ്പെട്ട ഹദീസുകൾ അത് വസ്വാസ് ഉണ്ടാക്കലാണ്, അലങ്കാര പ്രയോഗമാണ് എന്നൊക്കെ പറഞ്ഞ് ഉമർ സുല്ലൈം എല്ലാം നൈസാക്കി തട്ടി സൈഡാക്കുക. ശരി, ഇതിൽ പറഞ്ഞ ഈ ഒറ്റ പാരഗ്രാഫിൽ കേട്ടോ സാഹിബേ, ഈ ഒറ്റ പാരഗ്രാഫിൽ ഏതാ ഷബാബ് 2024 ഫെബ്രുവരി 9 16 പേജ്, ആ പേജിൽ ഈ ഷൈത്വാനെ കുറിച്ച് എന്ന പാരഗ്രാഫ്, ഈ പാരഗ്രാഫിൽ ഉമർ സുല്ലമി എണ്ണി പറഞ്ഞ 4-5 വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ വന്ന ഹദീസുകൾ ഏതെല്ലാം ഗ്രന്ഥങ്ങളിലുണ്ട് എന്ന് കണ്ടെത്തുക. എന്നിട്ട് അതിൽ ഇതെടുക്കുന്നു, ഇതെടുക്കൂല അങ്ങനെ ഞങ്ങൾ പറയുന്നു ഈ വിഷയത്തിൽ വന്ന മൊത്തം ഹദീസുകളെയും ഇതോടെ തീരുമാനാക്കി. ഇനി അല്ല എങ്കിൽ അത് നിങ്ങളാണ് ഇവിടെ തെളിയിക്കേണ്ടത്. ശരി, അടുത്തത് ഈ അടുത്ത് സലാസുല്ലമി നിശ്ചയിച്ച വേറുണ്ട്. ഇത് 2024 ആഗസ്റ്റ് 9 വെള്ളി. ഇതിന്റെ തൊട്ട് ഒരു വർഷം, കുറച്ച് വർഷങ്ങൾക്കപ്പുറം ഷബാബിൽ ഇതേ പണി സംസം വെള്ള വിഷയത്തിൽ സലാസുല്ലമി കാട്ടിയിട്ടുണ്ട്. ഇത് കുഴിപ്പുറം സുല്ലമി കാട്ടിയതാണ്. എന്താ അറിയോ, ഇവിടെ പറയാണ്, അപ്പോൾ സംസമും മഴവെള്ളവും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. സംസം വെള്ളവും മഴവെള്ളമൊക്കെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. അതിന്റെ ഫതിലൊക്കെ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അതൊരു മഴവെള്ളം പോലെയാണ് എന്നാക്കി തീർക്കുക. സാഹിബ് ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ സംസം വെള്ളത്തിന്റെ ഫതില് പറഞ്ഞ ഹദീസുകൾ മൊത്തെടുക്കുക. എന്നിട്ട് അതിലേതൊക്കെയാണ് മഴവെള്ളം പോലെ, ഏതൊക്കെയാണ് സംസമിന്റെ യഥാർത്ഥ ഫതില്, അതിൽ വേർതിരിച്ചേരുക. ഞങ്ങൾ പറയുന്നു ഇത് പ്രകാരം സംസമിന്റെ ഫതിലിനെ നിങ്ങൾ കാറ്റിൽ പറത്തി തീരുമാനാക്കി. ശരി, 4ാമത്തെ പണി, ഇത് സാഹിബിനുള്ള പണിയാട്ടോ, ഇത് മൂപ്പര് സ്പെഷ്യലായി ചെയ്യേണ്ട പണിയാണ്. നമ്മളൊരു ഇമ്പോഷൻ വരെ കൊടുക്കുകയാണ്, മൂപ്പര് ശരിക്ക് ചെയ്യേണ്ട പണിയാണ്. കാരണം അത്ര ആൾ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എന്താ പണി അറിയോ? വെളിച്ചം സോവനീർ. അവസാനം കഴിഞ്ഞ സമ്മേളനം വെളിച്ചം സോവനീർ. ആ വെളിച്ചം സോവനീറിൽ ഇവരുടെ പഴയ പ്രസിഡന്റ് ആയിരുന്ന ഇ കെ അഹമ്മദ് കുട്ടി സാഹിബ് ഒരു കാര്യം പറഞ്ഞു. അഭിമുഖത്തിൽ പറയാണ്, അള്ളാഹു ആകാശത്തിൽ എന്ന വാദം എനിക്കില്ല, ഞാനിപ്പോഴും അല്ല എന്ന വാദത്തിലാണ് തുടരുന്നത്. പലയിടത്തും നമ്മൾ വായിച്ചിട്ടുണ്ട്, ഇടത്തനാട്ടൊക്കെ വായിച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്. ശരി, അല്ലാഹുഫിസ്സമാ, അല്ല ഉപരിലോകത്താണ് എന്ന വിഷയത്തിൽ മുത്തവാത്തിറായിട്ടാണ് ഹദീസുകൾ. മുത്തവാത്തിറായിട്ടാണ്. ഇനി ആഹാദല്ല, ആഹാദ് വിശ്വാസകാരർക്ക് പാടില്ല എന്നാണല്ലോ. ഇത് മുത്തവാത്തിറാണ്, കണ്ണിമുറിയാത്ത പരമ്പരയിൽ എമ്പാടും വന്ന ഹദീസുകളാണ്. അപ്പൊ സാഹിബ് ചെയ്യേണ്ടത് ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ മൊത്തെടുക്കുക. എന്നിട്ട് ഈ വാദപ്രകാരം അതൊക്കെ നിങ്ങൾ എടുക്കുവോ ഇല്ലേ നിങ്ങൾ പറയണം. അതാണ് ഈ ഗണനത്തിൽ നിങ്ങൾക്കുള്ള പണി. അതാണ് 22 അവിടെ ഉണ്ട് കേട്ടോ, അത് പോയിട്ടില്ല. അതിലേക്ക് ഇനി ഇത് എത്ര എണ്ണം ഉണ്ട് നോക്കുക, അതിലേതൊക്കെ നിങ്ങൾ നിഷേധിക്കുന്നു, ഏതൊക്കെ നിങ്ങൾ എടുക്കുന്നു. അതല്ല മൊത്തം ഞങ്ങൾ അഭിപ്രായപ്പെടുന്ന പോലെ, ഞങ്ങൾ തെളിവ് കാണിച്ചിരുന്ന പോലെ മൊത്തം നിഷേധിക്കുക എന്നുള്ള വാദമാണെങ്കിൽ 22ക്ക് ആ മൊത്തം എണ്ണം കയറ്റുക. അങ്ങനെ ഇൻഷാ അല്ലാഹ് നമുക്ക് താമസിയാതെ ആ 3000ക്ക് എന്ത് ചെയ്യുക, കുറച്ച് പോകുമ്പോൾ ആണ് കടക്കാം.